ലോകത്തിലെ വൻശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രം എഴുതുകയാണ് ഇറാൻ. അമേരിക്ക ഒരു ആണവായുധമെങ്കിലും ഉപയോഗിച്ചാൽ പ്രത്യാഘാതം വെറുമൊരു മേഖലയിൽ ഒതുങ്ങില്ല എന്നും ലോകമെമ്പാടുമുള്ള US സൈനിക താവളങ്ങൾ തകർത്തെറിയുമെന്നുമുള്ള ഇറാന്റെ മുതിർന്ന സൈനിക മേധാവി റസാ നഖ്വിയുടെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം പ്രതിരോധം മാത്രമല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലങ്ങളിലും അപ്രതീക്ഷിത ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന രീതിയിലേക്ക് തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ മാറ്റിയെഴുതിയ ഇറാന്റെ കടുത്ത നിലപാടുകളിലേക്കും അമേരിക്ക നേരിടുന്ന അഭൂതപൂർവമായ സാമ്പത്തിക ബാധ്യതകളിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാം. ആണവ ഭീഷണിയും റസാ നഖ്വിയുടെ മുന്നറിയിപ്പും. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ മുതിർന്നാൽ പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പ്രധാന അവകാശവാദം. ഒരാണവായുധമെങ്കിലും ഉപയോഗിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വെറുമൊരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അമേരിക്ക തന്നെ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ലോകമെമ്പാടുമുള്ള US സൈനിക താവളങ്ങൾക്കെതിരെ ഇറാൻ നേരിട്ടാണോ അതോ അവരുടെ സഖ്യകക്ഷികൾ വഴിയാണോ പ്രത്യാക്രമണം നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇത് ഈ മുന്നറിയിപ്പിന്റെ മാനങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. എന്നാൽ ഇറാൻ പറയും പോലെ ഒരു തിരിച്ചടി സാധ്യമാണോ എന്ന ചോദ്യവും മറുഭാഗം ഉയർത്തുന്നുണ്ട്. ഇതിനായി ഇറാൻ ഉപയോഗയോഗ്യമായ ആണവായുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടതാണ് ആദ്യഘട്ടം. ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആണവാക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെക്കുറിച്ച് ഇപ്പോഴും ഉറപ്പില്ല. ഒന്നു പറഞ്ഞാൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മറുഭാഗം പറയുന്നു. എന്നാൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല, ഇറാൻ ഒരു ആണവ രാജ്യമല്ല എന്ന് ഈ മറുപക്ഷം തന്നെ വീണ്ടും പറയുന്നു. രണ്ടും പറയുന്നത് ഒരേ പക്ഷം തന്നെയാണ്. അതായത് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയുന്നത് ഒരേ ഭാഗം തന്നെ. ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതായത് കൃത്യതയില്ലാത്ത ആരോപണങ്ങളാണ് ഇറാനെതിരെ അഴിച്ചുവിടുന്നത് അല്ലെങ്കിൽ പടച്ചുവിടുന്നത് എന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റസാ നഖ്വിയുടെ ഈ പ്രസ്താവന അമേരിക്കയ്ക്കെതിരായ ഒരു തന്ത്രപരമായ സൈക്കോളജിക്കൽ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം ആണവ തലത്തിലേക്ക് നീങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് വാഷിംഗ്ടണിനെ ഓർമ്മിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഇത്തരം സാഹസത്തിന് മുതിർന്നാൽ അത് ആഗോള ക്രമത്തെ തന്നെ എങ്ങനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകുന്നത്. യൂറോപ്പിലെ US താവളത്തിലേക്ക് ആക്രമണ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിനെ പറ്റി, പശ്ചിമേഷ്യയിൽ അമേരിക്ക സംഘർഷം തുടരുകയാണ് എങ്കിൽ യൂറോപ്പിലെ US സൈനിക താവളങ്ങൾ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ സർക്കാരുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമ താവളവും തെക്കുകിഴക്കൻ യൂറോപ്പിലുള്ള ബൾഗേറിയയിലെ ബെസ്മർ എയർബേസുമാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ കേവലം പ്രതിരോധത്തിൽ നിന്ന് ആക്രമണ ശൈലിയിലേക്ക് മാറ്റാൻ ഇറാൻ തീരുമാനിച്ചതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് സാമ്പത്തിക ഉപരോധവും നാവിക വിന്യാസവുമാണ്. ഇതിനെതിരെയുള്ള ഇറാന്റെ പ്രതിരോധം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും നാവിക ഭീഷണികളെയും അതിജീവിച്ച് ഇറാൻ മുന്നോട്ട് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികളുമായി നീങ്ങുന്ന ടെഹ്റാനെതിരെ അമേരിക്ക കടുത്ത സാമ്പത്തിക സമ്മർദ്ദവും നാവിക ഉപരോധവും ശക്തിപ്പെടുത്തുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വാഷിംഗ്ടൺ ഇറാന്റെ പ്രധാന പങ്കാളിയായ ചൈനയുടെ സഹായം തേടിയെങ്കിലും അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ നീക്കത്തെ ചൈന പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ഉപരോധമല്ല, മറിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് ചൈന വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയുടേത് പച്ചയായ സാമ്പത്തിക ഭീകരവാദവും നിരപരാധികളായ ജനങ്ങൾക്കെതിരെയുള്ള മാനവിക വിരുദ്ധ കുറ്റകൃത്യവുമാണ് എന്ന് ഇറാൻ തുറന്നടിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ പുതിയൊരു യുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള വിനാശകരമായ മിസൈൽ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മേഖലയിൽ സംഘർഷം വളർത്തുന്നതിന്റെ ഭാഗമായി US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സൈന്യം അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ സഞ്ചരിച്ച 67 വാണിജ്യ കപ്പലുകളെ ബലമായി തിരിച്ചുവിടുകയും 3 എണ്ണം കേടുവരുത്തുകയും 2 എണ്ണം പിടിച്ചെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും സൈനിക ആവശ്യങ്ങൾക്കും ബൾഗേറിയൻ പാർലമെന്റ് അനുമതി നൽകിയതിനാലാണ് ബൾഗേറിയയെ ഇറാൻ
തങ്ങളുടെ പ്രതികാര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മെഡിറ്ററേനിയൻ കടലിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്തുള്ള സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളവും ഇറാന്റെ പ്രധാന ലക്ഷ്യം തന്നെയാണ്. സൈപ്രസിലെ ഈ താവളത്തിന് നേരെ കഴിഞ്ഞ മാർച്ചിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. മെഡിറ്ററേനിയൻ മേഖല കേന്ദ്രീകരിച്ച് അമേരിക്കയ്ക്കും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ നാറ്റോ സഖ്യകക്ഷികൾക്കും നീക്കങ്ങൾ നടത്താൻ സൗകര്യമൊരുക്കുന്നതിനാലാണ് ഈ താവളം അവരുടെ ലക്ഷ്യമായി മാറിയത്. ഇത്രയും കാലം തങ്ങളെ ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണം നടത്തുക എന്ന ഒരു പതിവ് ശൈലിയിൽ നിന്നും ഇറാൻ മാറിയിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ സന്നദ്ധമാകുമെന്നാണ് ഇറാന്റെ പുതിയ ഭീഷണി. അമേരിക്കയെ പശ്ചിമേഷ്യൻ മേഖലയിൽ പൂർണ്ണമായും തളച്ചിടുക, യുദ്ധം ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുക, അതിലൂടെ അമേരിക്കൻ ജനവികാരവും ലോക സമ്മർദ്ദവും ട്രംപ് ഭരണകൂടത്തിന് എതിരാക്കുക എന്നതാണ് ഇറാന്റെ ആത്യന്തിക ലക്ഷ്യം. നമുക്ക് എപ്പോഴും പരിശോധിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്, ഓരോ യുദ്ധ സമയത്തും ഇറാൻ ഓരോ കാർഡുകൾ ഇറക്കാറുണ്ട്. അവിടെ നയതന്ത്രപരമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാറുമുണ്ട്. ഇറാന്റെ യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമുള്ള യുദ്ധമല്ല. ഈ കഴിഞ്ഞ 6-7 മാസങ്ങളായി നമ്മൾ കാണുന്നതും വളരെ ബുദ്ധിപൂർവമായ തന്ത്രപരമായ യുദ്ധങ്ങളും ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. അമേരിക്കയെ പശ്ചിമേഷ്യൻ മണ്ണിൽ തളച്ചിടുക എന്ന ഇറാന്റെ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിക്കാറായിരിക്കുന്നു. യുദ്ധം നീണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നിരർത്ഥകത ബോധ്യപ്പെട്ട അമേരിക്ക സ്വയം പിൻവാങ്ങേണ്ടി വരുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. സൈനിക താവളങ്ങൾക്ക് പുറമെ അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും നേരെയും ഇറാൻ തിരിഞ്ഞേക്കാം എന്ന വാർത്തയും ചെറുതല്ല. അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളും ഇന്റർനെറ്റ് ലൈനുകളും കടന്നു പോകുന്നത് സമുദ്രത്തിനടിയിലൂടെയാണ്. ഇവ അറുത്തമാറ്റപ്പെടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ആഗോള വ്യാപാര ആശയവിനിമയ മേഖലകൾ പൂർണ്ണമായും അവതാളത്തിലാകും. ഹമാസ്, ഹിസ്ബുള്ള എന്നിവയ്ക്ക് പുറമെ ഗൾഫ് മേഖലയിലേക്കും യൂറോപ്പിലും അമേരിക്കയ്ക്കുള്ളിലും ചെറിയ ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും സ്ലീപ്പർ സെല്ലുകളെയും ഉപയോഗിച്ച് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്താനും ഇറാൻ പദ്ധതിയിടുന്നു. കൂടാതെ നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് പകരം അമേരിക്കൻ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ലോജിസ്റ്റിക് കമ്പനികൾ എന്നിവയ്ക്കു നേരെ വൻകിട സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും സാധ്യത ഏറെയാണ്. യുദ്ധം തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അവസാനിക്കൂ എന്ന് മുൻപ് തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നതാണ്. നിലവിലെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ അസന്തുലിതമായ യുദ്ധമുറകൾ ഇറാൻ സ്വീകരിച്ചാൽ അത് യൂറോപ്പിലേക്കും ആഗോളതലത്തിലേക്കും യുദ്ധം പടരാൻ കാരണമാകാം. മറ്റൊരു പ്രധാന വിഷയം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് അടിപതറുന്നു എന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ ദേശീയ കടം $40 ട്രില്യൺ കടന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത തീരെ ചെറിയൊരു വാർത്തയല്ല. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഇതിന്റെ മൂല്യം ഏകദേശം 3840 ലക്ഷം കോടി രൂപയോളം വില വരും. വർദ്ധിച്ചു വരുന്ന സൈനിക ചിലവുകൾ, വൻതുക വേണ്ടിവരുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, നികുതി ഇളവുകൾ എന്നിവയാണ് രാജ്യത്തെ ഈ വലിയ ബാധ്യതയിലേക്ക് തള്ളിവിടുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന അനിയന്ത്രിതമായ കടമെടുപ്പാണ് അമേരിക്കയെ ഇന്നത്തെ ഈ ദയനീയ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കോവിഡ് കാലത്തെ അടിയന്തര സഹായ പാക്കേജുകളും തുടർന്ന് വന്ന സാമ്പത്തിക നയങ്ങളും രാജ്യത്തിന്റെ ബാധ്യതയെ കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വാർത്തയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത, ഈ വർഷം അമേരിക്ക കടമെടുക്കുന്ന തുകയുടെ പകുതിയോളം വികസന പദ്ധതികൾക്കോ ക്ഷേമ കാര്യങ്ങൾക്കോ വേണ്ടിയല്ല ഉപയോഗിച്ചത്, മറിച്ച് മുൻപ് എടുത്ത കടത്തിന്റെ പലിശ അടയ്ക്കാനാണ് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. പലിശ ബാധ്യത ഓരോ ദിവസവും പെരുകുന്നത് അമേരിക്കയെ വലിയൊരു സാമ്പത്തിക ഗർത്തത്തിലേക്കാണ് തള്ളിയിടുന്നത്. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ രംഗത്തുണ്ടായ ഉയർന്ന ചിലവുകളും ആഭ്യന്തര വിപണിയിൽ ഊർജ്ജ വില വർദ്ധിച്ചതും വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന നികുതി വരുമാനത്തിൽ വലിയൊരു തോതിൽ കുറവുണ്ടായതും പ്രതിസന്ധിയുടെ ആഘാതം കൂട്ടി. വെറും 5 മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ കടം $39 ട്രില്യൺ എത്തിയത്. എന്നാൽ അതിവേഗത്തിൽ വീണ്ടും $1 ട്രില്യൺ കൂടി കടബാധ്യതയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. 2017 ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ $19.95 ട്രില്യൺ ആയിരുന്നു US-ന്റെ കടം. ഇവിടെ നിന്നാണ് ഈ കടം ഇപ്പോൾ ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നത്. തുടർച്ചയായി വരുന്ന ബജറ്റ് കമ്മിയും സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കുള്ള ഭീമമായ ചിലവുകളും വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബജറ്റും കടം പെരുകാൻ കാരണമായി. നിലവിൽ പലിശ ഇനത്തിൽ മാത്രം പ്രതിവർഷം $1 ട്രില്യൺ തുക സർക്കാരിന് ചിലവഴിക്കേണ്ടി വരുന്നു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ട്രംപ് ഭരണകൂടത്തിന് നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത തുകയിൽ തിരിച്ചടവ് നൽകേണ്ടി വന്നതും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ അധിക സാമ്പത്തിക ബാധ്യതകളും വിപണിയെ കൂടുതൽ ഉലച്ചിട്ടുണ്ട്. കടമെടുപ്പ് അനിയന്ത്രിതമായി തുടരുകയാണെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകരുകയും പണപ്പെരുപ്പവും പലിശ നിരക്കുകളും കൂടുതൽ ഉയരുകയും ചെയ്യുമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ഇറാന്
പിന്നാലെ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയും US ഉപരോധം കടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഒന്നിനു പുറകെ ഒന്നായി യുദ്ധം നടത്താൻ അമേരിക്ക ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അമേരിക്കയുടെ കടം ഇങ്ങനെ പെരുകുന്നത് എന്ന് അമേരിക്കയ്ക്ക് പോലും മനസ്സിലാവുന്നില്ലേ എന്നതാണ് ചോദ്യം. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് കൂട്ടുനിന്നു എന്ന് പ്രഖ്യാപിച്ച ചില വ്യക്തികൾക്കെതിരെ ട്രംപ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തരുത് എന്ന് ലോകരാജ്യങ്ങൾക്ക് അമേരിക്ക കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ റഷ്യ, ഇറാഖ്, തുർക്കി, അസർബൈജാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ആവശ്യം തള്ളിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉപരോധ പ്രഖ്യാപനങ്ങളെ ശക്തമായി വിമർശിച്ച് ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഈ നിലപാടിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, അതിലൂടെ ഇറാൻ ഭരണകൂടത്തെ തകർക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ട്രംപ് പറയുന്നു. ഒന്നുകിൽ തങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എതിരാളികൾക്കൊപ്പം നിൽക്കുക എന്ന കർശനമായ നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാനുമായി വലിയ രീതിയിൽ വ്യാപാരം നടക്കുന്ന കസാഖിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ ബന്ധം നിലനിൽപ്പിന്റെ ഭാഗമാണ്. കൂടാതെ ഇറാന്റെ എണ്ണ ഉൽപാദനത്തിന്റെ 80% വാങ്ങുന്നത് ചൈനയാണ്. ചൈന ഈ നിർദ്ദേശം അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുമാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. ഇവിടെയാണ് അമേരിക്കയുടെ കടത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത്. നടുക്കടലിൽ മുങ്ങി നിൽക്കുകയാണ്, ചുറ്റും കടമാണ്. പക്ഷേ എങ്കിലും ഇനിയും കടം വാങ്ങി പലിശ കൊടുക്കേണ്ട അവസ്ഥ മുൻപിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലും മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിക്കാനാണ് അമേരിക്ക തയ്യാറാകുന്നത്. എണ്ണ വ്യാപാരവും മറ്റ് ക്രയവിക്രയങ്ങളും നടത്തുന്ന തുർക്കി, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ തിട്ടൂരത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. നേരത്തെ ഇറാനുമേൽ പ്രഖ്യാപിച്ച 12 വർഷത്തിലേറെ നീണ്ട ഉപരോധത്തിന്റെ സാധാരണ ജനങ്ങളാണ് ദുരിതത്തിലായത്. നിലവിൽ ഇറാന്റെ കറൻസിയുടെ മൂല്യം തകരുകയും വിലക്കയറ്റം പാരമ്യത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സാമ്പത്തിക യുദ്ധങ്ങൾ ഒഴിവാക്കി നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന് പറയാനുള്ളത്. അമേരിക്കയുടെ ഉപരോധ പ്രഖ്യാപനത്തിൽ നിലവിൽ ഒരു തന്ത്രപ്രധാന മൗനം തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയമോ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയെ പിണക്കണമോ എന്ന ചോദ്യമാണ് ഇന്ത്യയുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും എണ്ണക്കടത്തിന് അമേരിക്ക ചില ഇളവുകൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ നിലപാടുകൾ എടുത്താൽ അത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നതും മറ്റൊരു വിഷയമാണ്. മറ്റൊന്ന് ചബഹാർ തുറമുഖമാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നാണിത്. ഈ മേഖലയിലെ ഉപരോധങ്ങൾ ഇന്ത്യയുടെ കയറ്റുമതിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമോ ആ രീതികളെല്ലാം ശ്രമിക്കുകയാണ് അമേരിക്ക. പക്ഷേ ഇത്തരം ഉപരോധങ്ങൾക്കിടയിൽ നിന്ന് പോലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയാണ് ഇറാൻ.